എന്തുകൊണ്ടാണ് പുരസ്കാരങ്ങൾ കേരളത്തെ മാത്രം തേടിയെത്തുന്നത്? ആരോഗ്യ ശിശുവികസന വകുപ്പിന് ദേശീയ അന്തർദേശീയ തലത്തിൽ 22 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ സൌജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമന്തൻ പുരസ്കാരം തുടർച്ചയായി ലഭിക്കുന്ന സംസ്ഥാനം. ആരോഗ്യരംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള ഇന്ത്യ ടുഡേ അവാർഡുകൾ, മാതൃമരണം കുറയ്ക്കുന്നതിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റിനുള്ള ദേശീയ അവാർഡ്, ശിശുമരണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം, 1000 രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ബെഡുകൾ എംപാനൽ ചെയ്ത സംസ്ഥാനത്തിനുള്ള അവാർഡ്, NQAS അംഗീകാരം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ സംസ്ഥാനം. അങ്ങനെ 22 പുരസ്കാരങ്ങൾ. ഇതൊന്നും പണം കൊടുത്ത് ആരോഗ്യം വിലക്ക് വാങ്ങുന്ന സ്വകാര്യ ആശുപത്രികൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് പൊതുജനാരോഗ്യം സമ്പത്തായി കരുതുന്ന ഭരണകൂടങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയ 3 പെണ്ണുങ്ങളുടെ പേര് എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും വീണ ജോർജും. അവരാണിന്ന് പൊതുമണ്ഡലത്തിൽ അധിക്ഷേപിക്കപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെണ്ണ് ലോക്സഭയിൽ പോയിട്ട് എന്തിനാ എന്നായിരുന്നു ശ്രീമതി ടീച്ചറെയും സ്ത്രീകളെ മൊത്തമായും കോൺഗ്രസ് അധിക്ഷേപിച്ചത്. ഇപ്പോഴിതാ ശൈലജ ടീച്ചർക്കെതിരെ കേട്ടാലറിക്കുന്ന തെറിവിളികളും അശ്ലീല അധിക്ഷേപങ്ങളും. നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചതിനാണ്, നമുക്ക് ആരോഗ്യം തന്നതിനാണ്. ഇതിന് കേരളം മറുപടി പറഞ്ഞേ തീരൂ.